വന്ദേ ജൈനം ഭാവലോലം ഗൗരാഭം ശുഭ്രവാസസം പ്രഫുല്ലവദനം ദീപ്ത കരുണാപൂർണലോചനം ഉദ്യോഗിനം കർഷകാഗ്ര്യം ത്രാതാരം ജലസമ്പദാം ബിന്ദുസേകപ്രണേതാരം വന്ദേ മാന്യവണിഗ്വരം പുരാണപ്രേമിണം സർവനൂതനാശയകാരകം ജ്ഞാനവ്യസനിനം ഭവ്യലേഖകം ഗ്രന്ഥകാമുകം അതിരുഗ്ണം ഭിഷഗ്വൃന്ദപരിവ്യൂഢം നിരാമയം വന്ദേ രാജസഖം ദീനബാന്ധവം സത്യവാദിനം നിർഭയം നൈഷ്ഠികം നിത്യോദ്യമിനം ഗാന്ധ്യുപാസകം ശ്രീലപദ്മധരം പ്രൗഢജൈനധർമ്മപ്രചാരകം അനുഭൂതിവിധാതാരം വന്ദേ ഗൗരീസുതം ബുധം ശതായുർദിവ്യതാദേശ മേധാവീ പൗരുഷാന്വിത. 2006 സെപ്റ്റംബറിലാണ് ഞാൻ ആദ്യമായി ഭാവുവിനെ കണ്ടത്. അനുഭൂതി സ്കൂളിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി സഹായിക്കാമോ എന്ന് ചോദിച്ചൊരു പരസ്യം കണ്ടിട്ട് എൻ്റെ മകൻ്റെ നിർബന്ധപ്രകാരം, ശാഠ്യപ്രകാരം എന്നാണ് പറയേണ്ടത്, അയച്ച അപേക്ഷയുടെ മറുപടിയായാണ് ഒരു ടെലിഫോൺ പ്രശ്നോത്തരിക്ക് ശേഷം ഞാൻ ജൽഗാവിൽ ചെന്നത്. ആദ്യത്തെ അഭിമുഖത്തിന് ശേഷം ഭാവുവിനെ കാണണോ എന്ന് ചോദിച്ചപ്പോൾ ശരി, കാണാം എന്ന് ഞാൻ മറുപടി പറഞ്ഞു. കാരണം അദ്ദേഹം തിരക്കുള്ള ആളായിരിക്കും, 2-3 മിനിറ്റ് കാണാൻ പറ്റിയേക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അതിനും ഒരു കാരണം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ബോംബെയിൽ നിന്ന് ജൽഗാവിലേക്ക് പോയത് സേവാഗ്രാം എക്സ്പ്രസ്സിലാണെന്ന് തോന്നുന്നു. ജൽഗാവ് എത്താറായോ എന്ന് അന്വേഷിക്കാനായിട്ട് ഞാൻ സംസാരിച്ച് പരിചയപ്പെട്ട ഒരാൾ എന്നോട് ചോദിച്ചു, എന്തിനാണ് ജൽഗാവിലേക്ക് പോകുന്നത്? ഞാൻ പറഞ്ഞു, അവിടെ ഒരു സ്കൂളിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. ആരാണ് ഇതിൻ്റെ പിന്നിൽ? അതെനിക്കറിഞ്ഞൂടാ. ഭവർലാൽ ജെയിനാണോ സുരേഷ് ദാദാ ജെയിനാണോ? ഭവർലാൽ ജെയിൻ്റെ കൂടെ ആണെങ്കിൽ പോകാം, സുരേഷ് ദാദാ ജെയിൻ്റെ കൂടെ ആണെങ്കിൽ പോകരുത്. ഇറങ്ങാൻ കാലത്ത് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, നിങ്ങൾ ജോലി എടുക്കാൻ തീരുമാനിച്ചാലും കൊള്ളാം, ജോലി എടുത്തില്ലെങ്കിലും കൊള്ളാം, പക്ഷേ ഭവർലാൽ ജെയിനെ കാണാതെ മടങ്ങരുത്, കാണേണ്ട ആളാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ അഭിമുഖം കഴിഞ്ഞ രണ്ടാമത്തെ ചെയർമാനുമായിട്ട് അഭിമുഖം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ സമ്മതിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, 2-3 മിനിറ്റ് സംസാരിക്കാൻ അവസരം കിട്ടിയേക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സംസാരിച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കൾ കേരളീയനാണല്ലോ, അതുകൊണ്ട് ചായയോട് അഡിക്ഷൻ ഉണ്ടായേക്കുമല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ ചായ കുടിക്കാറില്ല. എന്നാൽ പിന്നെ കാപ്പി ആയിരിക്കും. ഇല്ല, ഞാൻ കാപ്പിയും കുടിക്കാറില്ല. തമാശയായി ഞാൻ പറഞ്ഞു, ഐ ആം എ ടീ ആൻഡ് കോഫി ടോട്ടലർ. അത് അദ്ദേഹത്തിന് രസിച്ചു എന്ന് തോന്നുന്നു. പിന്നെ പറഞ്ഞു, ഞങ്ങൾ ജൈനന്മാരാണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് ശുദ്ധ സസ്യഭക്ഷണമേ ഇവിടെ കിട്ടും. ഞാൻ പറഞ്ഞു, ഞാൻ സസ്യഭുക്കാണ്. ഇത്രയുമൊക്കെ ആയപ്പോൾ ഞാൻ ഒരു കുസൃതി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മേശ ഒരു ചില്ല് മേശയായിരുന്നു, വലിയ മേശയായിരുന്നു. ആ മേശയുടെ താഴെ അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകൾ എനിക്ക് കാണാമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മിസ്റ്റർ ജെയിൻ, എനിക്ക് താങ്കളുടെ ചെരുപ്പുകൾ ഇവിടെ നിന്ന് കാണാം. അദ്ദേഹം ചോദിച്ചു, അതിനെന്താ? ഞാൻ പറഞ്ഞു, നിശ്ചയമായിട്ടും അത് ലെതർ ചെരുപ്പുകളാണ്, ഒരുപക്ഷെ വളരെ വില കൂടിയ ലെതർ ചെരുപ്പുകളായിരിക്കും. വില എന്താണെന്ന് എനിക്ക് അറിഞ്ഞോളാം, ലെതർ ചെരുപ്പ് തന്നെയാണ്.
ഞാൻ പറഞ്ഞു, ഞാൻ മൃഗചർമ്മം ഉപയോഗിക്കുന്ന ഒരു സാധനവും ധരിക്കാത്ത ആളാണ് ഞാൻ. ബെൽറ്റോ പേഴ്സോ ചെരുപ്പോ. ഓ, then you are more than a Jain എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പരിചയം സൗഹൃദമായി മാറിയ നിമിഷം അതായിരിക്കണം. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ജോലിയിൽ ചേരും എന്ന ഉറപ്പിലും പ്രതീക്ഷയിലുമാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ചേരില്ല. എൻ്റെ കാരണം, എന്നെ ആദ്യം അഭിമുഖം നടത്തിയ ഒരു പ്രബലനായ ഒരാളുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹമായിട്ട് ചേർന്ന് പോകാൻ പറ്റാൻ എനിക്ക് അപ്പോഴേ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അല്ല, അപ്പോൾ പറഞ്ഞു, മിസ്റ്റർ ജെയിൻ എന്നാണല്ലോ താങ്കൾ എന്നെ വിളിക്കുന്നത്. എന്നെ ഇവിടെ എല്ലാവരും വിളിക്കുന്നത് ഭാവു എന്നാണ്. ജ്യേഷ്ഠൻ എന്നേ ആ പദത്തിൻ്റെ അർത്ഥമുള്ളൂ. നിശ്ചയമായിട്ടും താങ്കൾ എന്നെക്കാൾ 20 വയസ്സെങ്കിലും എളുപ്പമുള്ള ആളാണ്. എന്നെ ഭാവു എന്ന് വിളിച്ചുകൂടെ? അതെന്നെ സ്പർശിച്ച ഒരു സംഭാഷണമായിരുന്നു അത്. ശരി മിസ്റ്റർ ജെയിൻ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. മിസ്റ്റർ ജെയിൻ അല്ല, ഭാവു എന്ന് അദ്ദേഹം വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ കുറച്ചു നേരം കൂടി സംസാരിച്ചുവെങ്കിലും ഞാൻ വഴങ്ങിയില്ല. അവസാനം പറഞ്ഞു, ഞാൻ ഈ സ്കൂളിന് നയ ലക്ഷ്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ഒരു മാർഗരേഖ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കരടാണ്, ഡ്രാഫ്റ്റാണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ് ആണ്. അതൊന്ന് നോക്കി അതിനെപ്പറ്റി അഭിപ്രായം പറയാമോ? ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ അങ്ങയുടെ നയലക്ഷ്യങ്ങളെ പറ്റി ഒന്നും അറിഞ്ഞുകൂടല്ലോ, പിന്നെ എങ്ങനെ ഞാൻ പറയും? അല്ല, ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറയൂ എന്ന് പറഞ്ഞു. അന്ന് അവിടെ ഉണ്ടായിരുന്ന പാണ്ഡുരംഗ ചൗഗളെ എന്ന് പറഞ്ഞ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു അപേക്ഷാ ഫോം കൂടി കൊടുക്കാമോ? ഞാൻ പറഞ്ഞു, അപേക്ഷാ ഫോം വേണ്ട, ഞാൻ എഴുതുന്നില്ലല്ലോ, ഞാൻ മറുപടി അയക്കുന്നില്ല. അല്ല, കയ്യിലിരിക്കട്ടെ, എന്തെങ്കിലും മാനസാന്തരം ഉണ്ടായാൽ അയക്കാമല്ലോ. ഞാൻ ഇവിടെ പറഞ്ഞു പോന്നു. പിറ്റേന്ന് കാലത്ത് ഞാൻ അവിടുന്ന് ഒരു 4-5 മണിക്കൂർ ദൂരെയുള്ള ബദ്നേര ജംഗ്ഷനിൽ ഇറങ്ങി അമരാവതിയിൽ എൻ്റെ അമ്മയുടെ അനുജത്തിയുടെ മകൾ ഒരു മറാഠിയെ കല്യാണം കഴിച്ച് താമസിക്കുന്നുണ്ട്. അവരുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഭാവനെ അറിയാം. ഓ, ഭവൻലാൽ ജെയിനിൻ്റെ അവിടെ നിന്ന് വരികയാണോ? ഇനിയിപ്പോൾ ലോകത്തിൻ്റെ ഏതറ്റത്തേക്ക് പോയാലും അദ്ദേഹം നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ടേ നിർത്തുള്ളൂ. അതുകൊണ്ട് ചേരുന്നതാണ് ബുദ്ധി എന്ന് അദ്ദേഹം. ഏയ്, ചേരുന്നില്ല എന്ന് ഞാൻ. അവസാനം ഈ ചെറിയമ്മയുടെ മകൾ പറഞ്ഞു, എന്തായാലും ഒന്ന് അപേക്ഷിക്കൂ, ഞാനൊരു അപേക്ഷാ ഫോറം തരാൻ പറ്റും. അപേക്ഷാ ഫോറം തന്നിട്ടുണ്ട്, എന്നാൽ കാണട്ടെ എന്നായി. മനസ്സില്ലാ മനസ്സോടെ, സത്യം പറഞ്ഞാൽ വിമനസ്സായിട്ടാണ് ഞാൻ ആ അപേക്ഷാ ഫോം പൂരിപ്പിച്ചയച്ചത്. പലപ്പോഴും കുതർക്കങ്ങളും ഒക്കെയാണ് ഞാൻ അതിൽ എഴുതിയിരുന്നെന്ന് തോന്നുന്നു. അത് കിട്ടിയിട്ടും പിന്മാറാതെ ഭാവു എന്നെ പലതവണ വിളിപ്പിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും ചൗഗളയാണ് വിളിക്കാറുള്ളത്. അദ്ദേഹം എനിക്ക് മെയിലും അയച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം തന്നെ മെയിൽ അയച്ചിരുന്നു. എന്നിട്ട് ഞാനൊരു 3-4 മാസമൊന്നും ഞാൻ അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. അവസാനം ജനുവരി മാസത്തിലാണ് ഞാൻ ചേരാമെന്ന് സമ്മതിച്ചത്. അപ്പോൾ കോയമ്പത്തൂരായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് ബോംബെക്കുള്ള ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പോകുന്ന ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, ബോംബെക്ക് വന്നിട്ട് ജൽഗാവിലേക്ക് വരണ്ട, ബോംബെയിൽ നിന്ന് നേരിട്ട് ഡൽഹിക്ക് പോയിക്കോളാൻ പറഞ്ഞു. എന്തിനാ ഡൽഹിക്ക് പോകുന്നു? അല്ല, ഡൽഹിയിൽ ഒരു മാനേജ്മെന്റ് കോൺഫറൻസ് ഉണ്ട്, അതിനൊന്ന് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കോൺഫറൻസിന് പോവുക? ഇല്ല, അത് ഭാവു പറഞ്ഞു അങ്ങ് പോകണം എന്നാണ് ഭാവു പറയുന്നത്. ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ ഈ ലഗേജൊക്കെ എന്ത് ചെയ്യും? ഇല്ല, അതൊക്കെ ബോംബെയിൽ വരുമ്പോൾ ഒരാൾ വാങ്ങിക്കോളും. ഞാൻ ഡൽഹി പോയിട്ട് ഞാൻ എവിടെ താമസിക്കും? അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, അങ്ങ് വന്നാൽ മതി. എനിക്ക് വല്ലാത്ത അത്ഭുതമായിരുന്നു. ഞാൻ പിന്നെ ബോംബെയിൽ നിന്ന് അവിടെ ഒരാൾ ടിക്കറ്റ് കൊണ്ട് തന്നു. അയാൾ എൻ്റെ വലിയ ലഗേജെല്ലാം അയാൾ കൊണ്ടുപോയി. ഞാൻ എൻ്റെ ഒരു ഹാൻഡ് ബാഗേജ് മാത്രമായിട്ട് ഡൽഹിക്ക് പോയി. അന്ന് അവിടെ നടന്ന ആ കോൺഫറൻസിൽ ഒരു മത്സര രൂപമായ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എൻ്റെ കഷ്ടകാലത്തിന് അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യകാലത്തിന് എന്തായാലും എനിക്കാണ് അതിന് സമ്മാനം കിട്ടിയത്. അപ്പോൾ കുറച്ച് വില കൂടിയ ഒരു ടൈ സെറ്റാണ്, നെക്ക് ടൈയുടെ ഒരു സെറ്റാണ് സമ്മാനമായിട്ട് കിട്ടിയത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് മടങ്ങി ജൽഗാവിൽ എത്തിയപ്പോൾ ഞാൻ ഭാവുവിനെ ആദ്യമായിട്ട് പിന്നെ കാണുന്നത് അപ്പോഴാണ്.
ഞാനിത് ഭാവുവിന് കൊടുത്തു. അപ്പം എന്നോട് പറഞ്ഞു, ഇതുകൊണ്ട് എനിക്കൊരു ഉപകാരമില്ലല്ലോ. അപ്പം എനിക്കും ഉപകാരമില്ല, എന്നാൽ ആർക്കെങ്കിലും കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ സൗഹൃദം ദൃഢീകൃതമായ വേറൊരു നിമിഷം അതാണെന്നും ഞാൻ വിചാരിക്കുന്നു. പിറ്റേന്ന് ഓഫീസിൽ വന്നപ്പോൾ ഞാൻ ഭാവനോട് ചോദിച്ചു, എന്താണ് എൻ്റെ ജോലിയുടെ സ്വഭാവം, വാട്ട് ഈസ് മൈ ജോബ് പ്രൊഫൈൽ? ഭാവു വളരെ ശാന്തമായിട്ട് പറഞ്ഞു, ഒരു ജോലിയുമില്ല, നിങ്ങൾക്കൊരു ജോലിയുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ച് വേണമെങ്കിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം, ഞാൻ ഇവിടുന്ന് അത്യാവശ്യം ജനറൽ ഇൻട്രസ്റ്റിന് വേണ്ട റെഫറൻസിനൊക്കെ ആവശ്യമുള്ള കുറച്ച് പുസ്തകങ്ങൾ കയ്യിൽ കൊണ്ടുപോയിരുന്നു. അതൊന്നും വേണ്ടായിരുന്നു എന്നെനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. കാരണം ഭാവു ഒരു പുസ്തകപ്രേമിയായിരുന്നു. ഞാനീ കൊണ്ടുപോയ എല്ലാ പുസ്തകങ്ങളും അവിടുത്തെ ലൈബ്രറിയിലുണ്ടായിരുന്നു. മാത്രമല്ല, എൻ്റെ ഗവേഷണ വിഷയം അടിയന്തരാവസ്ഥയും പ്രതിരോധ സാഹിത്യമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ദിരാഗാന്ധിയുടെ ജീവചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെ വായിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ അന്വേഷിച്ചിരുന്നതും ഞാൻ കണ്ടിട്ടില്ലാതിരുന്നതുമായ അവരുടെ ഒരു കൂട്ടം എഴുത്തുകൾ, ഡോറത്തി നോർമൻ എന്നു പേരായ അമേരിക്കക്കാരിയാണെന്ന് തോന്നുന്നു, ഒരു സ്ത്രീക്ക് അവരുടെ സുഹൃത്തായിരുന്നു, എഴുതിയ എഴുത്തുകളുടെ സമാഹാരമാണ് ഞാൻ അവിടെ കണ്ട വേറൊരു പുസ്തകം. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ വിനയാന്വിതനായിപ്പോയി. കാരണം ഇവിടെ ഇതൊന്നും ഇല്ല എന്ന് വെച്ചിട്ടാണല്ലോ ഞാൻ വന്നത്. ഭാവമായിട്ട് എന്നും കാണും, സംസാരിക്കും. അപ്പം എന്നോട് പറഞ്ഞത്, കൃഷ്ണകുമാർ എന്തെങ്കിലും പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഞാൻ വായിക്കേണ്ട വല്ല പുസ്തകം ഉണ്ടെങ്കിൽ അതൊന്ന് പറയണം, ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും രസകരമായ കാര്യങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ അതെനിക്കൂടെ ഒന്ന് പറഞ്ഞാൽ, എനിക്കിതെല്ലാം വായിക്കാൻ സമയമില്ല. അപ്പോഴും ഞാൻ അത്ഭുതപ്പെടുമായിരുന്നു, എന്താണ് ഞാനിവിടെ ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങനല്ല, അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ആളുകളെ സഹായിക്കാൻ കഴിവുള്ളവർ ചുറ്റുമുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതിനാണ് ഞാൻ താങ്കളെ ഇവിടെ വിളിച്ചത്. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഭാവുവിനെ പ്രാണഭയമാണ്. സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, അത്ര തന്നെ ഭയവുമുണ്ട്. എന്താണ് ഇതിന്റെ കാരണം എന്ന് എനിക്കറിഞ്ഞൂടാ. മിക്കവാറും അവിടുത്തെ മിഡിൽ മാനേജ്മെന്റിലോ അതിന് മുകളിലുള്ള ആൾക്കാർ പോലും ഭാവു പറയാതെ ഇരിക്കില്ല. ഞാനാണെങ്കിൽ നേരെ തിരിച്ചാണ്. സമസ്കന്ധനായിട്ട് പെരുമാറാനേ എനിക്കറിയാവുള്ളൂ. മാത്രമല്ല, അന്ന് എനിക്ക് നീണ്ട ഇടതൂർന്ന താടി ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഒന്നിലേറെ പേർ പറഞ്ഞു, ഭാവുവിന് താടി വെക്കുന്നവരെ ഇഷ്ടമല്ല. പറഞ്ഞാണോ, അങ്ങനെയാണോ, എന്നാ പിന്നെ താടി ഞാൻ എടുക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒരു 3-4 കൊല്ലക്കാലം ഭാവു എന്നോട് ഒരു തവണ പോലും ഈ താടി പറ്റി സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ നയമാണോ അദ്ദേഹത്തിന്റെ മാന്യതയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹത്തിന്റെ ഒരു മകൻ താടി വെച്ചിരുന്നു, അത് ഭാവുവിന് ഇഷ്ടമായിരുന്നില്ല എന്നൊക്കെ ഞാൻ കേട്ടു. എന്തായാലും താടി വയ്ക്കുന്ന കാര്യം ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അതെൻ്റെ ഇഷ്ടം എന്നായിരുന്നു എൻ്റെ ന്യായം. പിന്നെ ഭൂരിഭാഗം പേരല്ല, മിക്കവാറും എല്ലാവരും ഭാവുവിനെ കണ്ട ആദ്യം ചെയ്യുന്നത് കുഞ്ഞ് താല് തൊടുകയാണ്. ഞാൻ നമസ്തേ പറയാറേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എങ്കിലും എനിക്ക് തോന്നുന്നത് ഞങ്ങൾ തമ്മിൽ പതുക്കെ പതുക്കെ ഒരു സൗഹൃദം വളർന്നു വരികയായിരുന്നു എന്നാണ്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് ബോംബെക്ക് പോകുന്നുണ്ട്, കൃഷ്ണകുമാർ വരുന്നോ? ഞാൻ എന്തിനാ വരുന്നു? അല്ല വരൂ, നമുക്ക് വെറുതെ യാത്ര ചെയ്യാം. അല്ല, ഞാൻ പറഞ്ഞു ഇവിടുന്ന് 35 മിനിറ്റേ ഉണ്ടാവുള്ളൂ ഔറംഗാബാദിൽ നിന്ന് ബോംബെക്കുള്ള ഫ്ലൈറ്റ്. എന്തായാലും ഞാൻ വന്നിട്ട് കാര്യമില്ല, ഞാൻ ഫ്ലൈറ്റിലല്ല പോകുന്നത്, ഞാൻ ട്രെയിനിനാണ് പോകുന്നത്, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഓ ശരി. അപ്പൊ ട്രെയിനിന് പോവാണെങ്കിൽ 7 മണിക്കൂറോളം 7-7.5 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോ ഈ വണ്ടി നിർത്തുന്ന മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലും ഭാവുവിനെ കാണാനായിട്ട് ആളുകൾ വരും. ഭക്ഷണം കൊണ്ടുവരും, പഴങ്ങൾ കൊണ്ടുവരും, പുസ്തകങ്ങൾ കൊണ്ടുകൊടുത്ത ആളുകൾ വരെ ഉണ്ട്. അവരോട് ഇങ്ങനെ സംസാരിക്കും. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് സംസാരിക്കുന്നു. കൂടെ പലരും ഉണ്ട്. ഭാവുവിൻ്റെ എന്താ പറയുക, പാരാമെഡിക് ആയിട്ടുള്ള ആളുണ്ട്, ഭാവുവിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ട്, വേറെ അല്ലാതെ തന്നെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരാരും ഇവിടെ വന്ന് ഇരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല.
ഏതാണ്ട് നാസിക്ക് എത്തിയപ്പോഴും മറ്റാണെന്ന് തോന്നുന്നു. എന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു. ഓ ശരി. അപ്പോൾ വൈകുന്നേരത്തെ സ്നാക്കാണ്, ഇടനേരത്തുള്ള സ്നാക്ക് കഴിക്കുന്നതാണ്. നല്ല ചൂടായിട്ടുള്ള ഭക്ഷണമാണ് വിളമ്പിയത്. ഞാൻ ചോദിച്ചത് എങ്ങനെ ഇത്ര ചൂടായിട്ട് വിളമ്പുന്നത്? നമ്മൾ അവിടുന്ന് പോന്നിട്ട് കുറേ നേരം ആയല്ലോ. അപ്പോൾ കൂടെ വന്ന ആളോട് പറഞ്ഞു, ആ കുക്കർ കാണിച്ചു കൊടുക്ക്, സാറിനെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. എന്നെ കാണിച്ചു തന്നു. അപ്പോൾ അതിനകത്ത് ഈ കരി നിറച്ചിട്ടുള്ള കുക്കറാണ്. പാചകം ചെയ്യാം, ഒരു ഹോട്ട് കേസ് ആയിട്ടും വെക്കാം. ഞാൻ പറഞ്ഞു, ഞാനിത് ഇത്രയും വിശദമായിട്ടൊരു സാധനം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പറഞ്ഞു, നാളെ കാലത്ത് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കുക്കർ കൊണ്ട് എത്തിക്കണം കേട്ടോ എന്ന നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. എനിക്കൊരു ദുർബുദ്ധി തോന്നി ഭാവനോട് ചോദിക്കാം, ഭാവു, ഈ ജെയിൻ ഇറിഗേഷൻ എന്ന് പറയുന്ന അങ്ങയുടെ കമ്പനി വളരെ സത്യസന്ധമായി നടത്തുന്നൊരു കമ്പനിയാണെന്നാണല്ലോ അങ്ങ് അവകാശപ്പെടുന്നത്. അങ്ങ് കൈക്കൂലി കൊടുക്കാറുണ്ടോ? അപ്പം എന്നോട് ചോദിച്ചു, വലിയൊരു ചോദ്യമാണ് ചോദിച്ചത്, നമുക്ക് ഈ ഭക്ഷണം കഴിഞ്ഞിട്ട് മറുപടി പറഞ്ഞാൽ പോലെ എന്ന് ചോദിച്ചു. പറഞ്ഞു മതി. ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചു, നേരത്തെ ചോദിച്ച ഉത്തരം പറയണ്ടേ? സത്യസന്ധമായ ഉത്തരം വേണമല്ലോ പറയാൻ. അതുകൊണ്ട് പറയാണ്, ജെയിൻ ഇറിഗേഷൻ നിയമേന ആർക്കും കൈക്കൂലി കൊടുക്കാറില്ല. കൈക്കൂലി കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ കൊടുക്കേണ്ടി വന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താഴ്ന്ന നിലയിലുള്ള ഒരു ക്ലാർക്കിന് വേണമെങ്കിൽ ഒരു വലിയ പ്രോജക്റ്റ് ഇല്ലാതാക്കാൻ പറ്റും. നമ്മൾ കൊല്ലങ്ങളായിട്ട് നടത്തിക്കൊണ്ട് പോരുന്ന ഒരു ശ്രമം ഒറ്റ ആളുടെ ഇതുകൊണ്ട് ഇല്ലാതാക്കും. അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഒരു സാമ്പത്തിക നഷ്ടമല്ല പ്രശ്നം. എന്നെ വ്യാകുലനാക്കുന്നത് അതല്ല, മറിച്ച് അതുകൊണ്ട് ജോലി കിട്ടാൻ സാധ്യതയുള്ള കുറേ ആൾക്കാർ, അവരുടെ കുടുംബങ്ങൾ, അവരെയൊക്കെ അത് ബാധിക്കുമല്ലോ. അങ്ങനെയുള്ള അവസരങ്ങൾ ഞാൻ കണ്ണടച്ചിട്ടുണ്ട്, അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞു. ഈ ഉത്തരം ഭാവു പറയുമ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിച്ചത് കേട്ടവരും ആ ഉത്തരം പറയുന്നത് കേട്ടവരുമായ ഭാവുവിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പലരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നെ രൂക്ഷമായിട്ട് അവിശ്വാസത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത്, ഭാവു അത്രയും ഒരു സ്വാതന്ത്ര്യം എനിക്ക് അനുവദിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം എന്നോട് ഒരിക്കൽ ഭാവു പറഞ്ഞു, ഇവിടെ വരുന്ന ആളുകൾ എന്തിനാണ് വരുന്നത്? പലർക്കും ഒരു ജോലി വേണം, പലർക്കും ഒരു ഡെസിഗ്നേഷൻ മതി, ഒരു സ്ഥാനം. എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു സ്ഥാനപ്പേര് മാത്രം വേണ്ടി വരുന്നവരുണ്ട്. പിന്നെ അധികാരത്തിന് വേണ്ടി വരുന്നവരുണ്ട്. അതൊന്നും ഇവിടെ കാര്യമായിട്ട് പ്രയോഗിക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ഞാൻ എന്തിനു വേണ്ടിയാണ് അവിടെ പോയത്, ഭാവു എനിക്ക് എന്താണ് തന്നത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഭാവു എനിക്ക് തന്നത്, ഭാവുവിന് എല്ലാവർക്കും എന്താ വേണ്ടെന്ന് അറിയാമായിരുന്നു. എനിക്ക് തന്നത് വിയോജിക്കാനുള്ള അവസരം, ദ സ്പേസ് ടു ഡിസെൻറ്റ്. അതാണ് എനിക്ക് ഭാവു തന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ അനുഭൂതിയുടെ ആരംഭകാലമായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഭാവു എന്നെ ഉൾപ്പെടുത്തിയിരുന്നു. മാത്രമല്ല എന്നോട് പറഞ്ഞു, നിങ്ങൾ അവിടെ അനുഭൂതിയിൽ പോകുന്നത് പലർക്കും ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ എൻ്റെ കണ്ണും കാതുമായിട്ട് ഒരാൾ എനിക്ക് അവിടെ വേണമല്ലോ, അതുകൊണ്ട് കൃഷ്ണകുമാർ അവിടെ താല്പര്യം എടുക്കണം. മാത്രമല്ല ഞാൻ ഈ കമ്പനിയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് താങ്കളുടെ സേവനം അങ്ങോട്ട് ലോൺ ചെയ്യുന്നതാണ് എന്ന് വിചാരിച്ചാൽ മതി, അങ്ങനെ ഞാൻ ചെയ്യാം. അപ്പോൾ ഞാനവിടെ സംസ്കൃതം പഠിപ്പിച്ചിരുന്നു, ജനറൽ നോളജ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഹിസ്റ്ററി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പോയി. ഒരിക്കൽ എന്നോട് ഭാവു ഡൽഹിക്ക് പോകാൻ പറഞ്ഞു. അവിടെ ഒരു ബുക്ക് എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ചെന്നപ്പോൾ ഞാൻ ബിർള മന്ദിറിൽ ശാശ്വത ഗാന്ധി എന്നുള്ള ഒരു മൾട്ടിമീഡിയ പ്രദർശനം കണ്ടു. ഞങ്ങൾ 2-3 ദിവസം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ഭാവനെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഭാവു, ഇവിടെ ഒരു ശാശ്വത ഗാന്ധി എന്ന് പറഞ്ഞിട്ടൊരു പ്രദർശനം നടക്കുന്നുണ്ട്. നമ്മുടെ ആദിത്യ ബിർളയുടെ ഭാര്യ രാജശ്രീ ബിർളയെ മറ്റാണ് നടത്തുന്നത് തോന്നുന്നത്. വളരെ നന്നായിട്ടുണ്ട്. ഭാവു ഒരുപാട് ഗാന്ധിയൻ താല്പര്യങ്ങളുള്ള ആളല്ലേ, അങ്ങനെയാണ് അവിടെ ചെയ്താലോ, മടങ്ങി വരുന്നുണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. മടങ്ങി വന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് അത് പറഞ്ഞു. സത്യമായി ഞാൻ പറയുകയാണ്, ഇപ്പോൾ വലിയൊരു സ്ഥാപനമായി വളർന്ന ഈ ഗാന്ധി റിസർച്ച് ഫൗണ്ടേഷൻ്റെ പ്രാരംഭം ഈ സംസാരത്തിൽ നിന്നാണ്. 2007 സമയത്ത് ഞാൻ അവിടെ
പോയി സംസാരിച്ചതിൽ നിന്നാണ് ഗാന്ധി റിസർച്ച് ഫൗണ്ടേഷൻ പറ്റിയിട്ടുള്ള ഐഡിയ ഭാവുവിന് വന്നത്. എന്നോട് പറഞ്ഞു, എത്ര കോടി രൂപ ചിലവാക്കേണ്ടി വരുന്ന കൃഷ്ണകുമാറിന് ഐഡിയ വലുതുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. ചോദിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചോദിക്കാം, ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഒരാളെവിടെ. 1, 2, 3, 4, 5 കോടി രൂപയൊക്കെ ആണെങ്കിൽ കൃഷ്ണകുമാർ അങ്ങോട്ട് ചെയ്താൽ മതി, നമുക്കത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞു. അത് സാധിച്ചില്ല. അതിൻ്റെ ഫലസ്വരൂപമായിട്ടാണ് ഈ ഗാന്ധി റിസർച്ച് ഫൗണ്ടേഷൻ എന്നുള്ള സാധനം പിന്നീട് ഭാവു ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ശാശ്വത ഗാന്ധി പ്രദർശനം കാണാനായിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഭാവു ഡൽഹിയിൽ പോയപ്പോൾ അത് കാണാൻ പോകുമായിരുന്നു. അപ്പോൾ ഞാനൊന്ന് നാട്ടിലോ മറ്റോ ആണ്. ഡൽഹിയിൽ നിന്ന് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണകുമാറാണ് എനിക്കിത് പറഞ്ഞു തന്നത്, ഞാനത് കാണാൻ പോവുകയാണ്. അപ്പോൾ കൃഷ്ണകുമാറിനോട് പറഞ്ഞിട്ട് വേണം അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ ആലോചിച്ചു, ഈശ്വര എന്നോടിത് പറയേണ്ട കാര്യം എന്ത്? അങ്ങനെയായിരുന്നു ഭാവു, അഥവാ അറ്റ്ലീസ്റ്റ് എന്നോട് അങ്ങനെയായിരുന്നു. 2008 കോയമ്പത്തൂരെ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഭാവുവിന് DSc ബിരുദം കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഭാവു അവിടെ കോയമ്പത്തൂർക്ക് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ കൃഷ്ണകുമാർ ഇവിടെ ഉദുമൽപേട്ടിലേക്ക് വരൂ, നമുക്ക് ഇവിടെ കൂടാം ഒരു ദിവസം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, എന്തായാലും ഞാൻ കോയമ്പത്തൂർ വന്നിട്ടില്ല, എയർപോർട്ടിലേക്കല്ലേ പോകുന്നത്, ഞാൻ നേരത്തെ വരാം, ഞാൻ നേരത്തെ വന്നിട്ട് നമുക്ക് കോയമ്പത്തൂരൊക്കെ ചുറ്റിയടിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കോയമ്പത്തൂരും എന്ന് പറയുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്, ഭാവുവിൻ്റെ കൂടെ വന്ന കുടുംബാംഗങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ കോയമ്പത്തൂർ? ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, GD നായിഡുവിൻ്റെ മ്യൂസിയത്തിൽ പോകാം. അതെന്താണ് GD നായിഡുവിൻ്റെ മ്യൂസിയം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടേ കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു, ഇത്രയും കാലമായിട്ട് നമുക്കിവിടെ കോയമ്പത്തൂർ പല താല്പര്യങ്ങളുണ്ടായിട്ടും ഇതുവരെ ആരും എന്നോട് ഇത് പറഞ്ഞില്ല, കൃഷ്ണകുമാറാണല്ലോ ഇതിന് ആദ്യം എന്നോട് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഭാവുവിന് GD നായിഡുവിൻ്റെ മകനെ കാണണം. ഓ, കാണാൻ പറ്റുമെങ്കിൽ കാണാം, നമുക്ക് സമയം പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനപ്പോൾ GD നായിഡുവിൻ്റെ മകൻ മിസ്റ്റർ ഗോപാൽ ഇവിടെ ഉണ്ടായിരുന്നു. ഓർഡർ ദ ജർമ്മൻ എംപയർ കിട്ടിയിട്ടുള്ള ആളാണ്, വലിയ വ്യവസായിയാണ്. അദ്ദേഹം ഒരുപാട് സാങ്കേതിക പരിശീലനം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തെ കൊണ്ട് കാണിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു. അദ്ദേഹം ശരി കാണാമെന്ന് പറഞ്ഞു. അദ്ദേഹം കണ്ടു. അവരുണ്ടായ ഗുണം എന്താണെന്നറിയാമോ? ഈ GD നായിഡുവിൻ്റെ മകനായ ഗോപാൽ നടത്തുന്ന ആ സാങ്കേതിക ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ജൈൻ ഇറിഗേഷനിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ മക്കളെ ഭാവു സാങ്കേതിക പരിശീലനത്തിനായി അയച്ചു. ഇത് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് മടങ്ങി ജൽഗാവിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഭാവു ചെയ്തു കഴിഞ്ഞു. എപ്പോഴും എന്നോട് പറയുമായിരുന്നു, കൃഷ്ണകുമാർ എന്നെ അന്ന് ഈ GD നായിഡുവിൻ്റെ അവിടെ കൊണ്ടുപോയത് കൊണ്ടാണ് ഞാനിത് അറിഞ്ഞത്, വളരെ നന്ദിയുണ്ട് എനിക്ക് എന്നെപ്പോഴും പറയുമായിരുന്നു. കോയമ്പത്തൂരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിട്ട് പറയുകയാണ്. 2010 എൻ്റെ ഒരു ശ്രേഷ്ഠ സുഹൃത്ത്, അദ്ദേഹം അന്ന് കോയമ്പത്തൂരല്ല എങ്കിലും കോയമ്പത്തൂർ വെച്ച് അദ്ദേഹത്തിനൊരു മസ്തിഷ്കാഘാതം ഉണ്ടായി, സുഖമില്ലാതെ കിടപ്പായി. എന്നെ ഏറ്റവും പിടിച്ചുലച്ച ഒരു കാര്യമായിരുന്നു അത്. ഞാനൊരു ദിവസം ഉച്ചയ്ക്കാണ് ഇത് അറിഞ്ഞത്. ഞാൻ ഭാവുവിനോട് പറഞ്ഞു, ഭാവു എനിക്ക് ഭാവുവിനെ ഒന്ന് കാണണം. അപ്പോൾ ഭാവു ഒന്ന് മറ്റേ ബംഗ്ലാവ് നമ്പർ 1 ഊണ് കഴിച്ച് മറ്റേ ഈ പല്ലിൻ്റെ ഇട കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഭാവുവിന് എപ്പോഴും. എന്താ കൃഷ്ണകുമാർ, അപ്പാട് അപ്സെറ്റ് ആണെന്ന് തോന്നുന്നല്ലോ. എങ്ങനെ മനസ്സിലായി ഭാവു? കണ്ടറിഞ്ഞൂടെ, എന്ത് പ്രശ്നം, എന്തായാലും പറയൂ. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കോയമ്പത്തൂർ പോകണം, എൻ്റെ ഉത്തമ സുഹൃത്തിന് സുഖമില്ല. ആണോ? അപ്പം തന്നെ ഇടത്തെ കൈകൊണ്ട് ഫോൺ എടുത്തിട്ട് വിളിച്ചു പറഞ്ഞു, KK സാഹിബിന് ബോംബെക്ക് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റും ബോംബെയിൽ നിന്ന് കോയമ്പത്തൂർക്ക് ഏറ്റവും ആദ്യമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡിയാക്കാം എന്ന് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, പൈസയോ ആൾബലമോ ഡോക്ടർമാരുടെ സേവനമോ എന്തായാലും എന്നോട് ചോദിക്കാൻ പഠിക്കരുത്, എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്തു തരാം. ശരിയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി മുറിയിൽ പോയി പെട്ടിയൊക്കെ എടുത്ത് ഞാൻ സ്റ്റേഷനിലേക്ക് എത്തി. ഞാൻ സ്റ്റേഷനിൽ പടി കയറി മുകളിലേക്ക് പോകുന്ന സമയത്ത് ഭാവു വീണ്ടും വിളിച്ചു എൻ്റെ ഫോണിൽ. ഞാൻ ചോദിച്ചു, എന്താ ഭാവു? അല്ല, ഞാൻ കൃഷ്ണകുമാറിനെ വിളിച്ചത്, കൃഷ്ണകുമാർ ഒരു വൈകാരിക വിക്ഷോഭമൊക്കെ ഉള്ള ആളാണല്ലോ, വിഷമിക്കണ്ട, എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കാം, നമുക്കല്ലെങ്കിൽ കഴിയാവുന്നതൊക്കെ ചെയ്യാം, എല്ലാം നന്നായി വരട്ടെ. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നനഞ്ഞുപോയി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഈ സുഹൃത്തിനെ കണ്ട്, അദ്ദേഹം കോമയിലായിരുന്നു, 168 ദിവസം അങ്ങനെ കിടന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഭാവുവിനോട് പറഞ്ഞു, ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഭാവു ചോദിച്ചു, കൃഷ്ണകുമാറിന് കോയമ്പത്തൂർക്ക് ഒരു ഡെപ്യൂട്ടേഷൻ വേണം.
അവിടെ പോയി നിൽക്കണമെങ്കിൽ നിന്നോളൂ, ഒരു വിഷമമില്ല, ഞാൻ കോയമ്പത്തൂർ ഓഫീസിലേക്ക് ഞാൻ വിളിച്ച് പറയാം. പിന്നെ പറഞ്ഞു അതുകൊണ്ട് എന്താണ് കാര്യം, അദ്ദേഹം ICU കിടക്കുകയല്ലേ. പിന്നെ എന്നോട് ചോദിച്ചു, ഇഫ് ദ വേഴ്സ്റ്റ് ഹാപ്പൻസ് വാട്ട് വിൽ ഹാപ്പൻ ടു ഹിസ് ഫാമിലി. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ടോ, കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല, കുഞ്ഞുങ്ങൾ കൊച്ചുകുട്ടിയാണ്, 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ശരി, ഞാനിതാ പറയുന്നു, ജോലിയായിട്ടോ പൈസയായിട്ടോ അവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാനത് ചെയ്യാൻ തയ്യാറാണ്. കൃഷ്ണകുമാറിൻ്റെ സുഹൃത്തല്ലേ, എൻ്റെ സുഹൃത്ത് തന്നെ. ഇപ്പോൾ എൻ്റെ കണ്ണ് നനയുകയല്ല ചെയ്തത്, ഞാൻ ശരിക്കും കരഞ്ഞുപോയി. 168 ദിവസം കഴിഞ്ഞ് എൻ്റെ ആ സുഹൃത്ത് മരിച്ച ദിവസം ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ കോയമ്പത്തൂർക്ക് ട്രെയിനിൽ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം മരിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്കന്ന് എയർ കണ്ടീഷൻ 2 ടയറിൽ എനിക്കൊരു സീറ്റ് വേണമായിരുന്നു. 2 ടയറിലും 3 ടയറിലും ഒന്നും സീറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ പോയി ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് ഓരോരുത്തരെയും വിളിച്ച് പറയുമ്പോൾ ആദ്യം എയിലുള്ളവരൊക്കെ വിളിച്ച് പറഞ്ഞ് ഞാൻ അപ്പോൾ ബി എത്തിയപ്പോൾ ഭാവുവിൻ്റെ പേരുണ്ടല്ലോ, ഭാവു അന്ന് മണാലിയിലാണ്, കുള്ളു മണാലിയിൽ മറ്റേ മെയ് മാസത്തിലായിരുന്നു. അതുകൊണ്ട് സമ്മർ ഹോളിഡേയ്സിന് പോയിക്കുന്ന സമയമാണ്. ഭാവനെ അറിയിക്കേണ്ട, ഭാവനെ വിഷമിപ്പിക്കേണ്ട എന്ന് വെച്ച് ഞാൻ അറിയിച്ചില്ല. ഇനി ഞാൻ പറയുന്നത് സത്യമാണ്. ഭാവു അങ്ങോട്ട് വിളിച്ചു. ഒരിക്കലും ഭാവു എന്നെ കാലത്ത് 8:15 വിളിച്ചിട്ടില്ല, മുമ്പോ പിമ്പോ വിളിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, ഭാവു എന്താ ഇപ്പോൾ വിളിച്ചത്? അല്ല, കൃഷ്ണകുമാർ എവിടെയാണ്? ഞാൻ ട്രെയിനിലാണ്. എന്താ ട്രെയിനിൽ, എവിടെ പോകുന്നു? ഞാൻ കോയമ്പത്തൂർ പോകുന്നു. ഹൗ ഇസ് യുവർ ഫ്രണ്ട്? അദ്ദേഹം മരിച്ചുപോയി. എന്താ എന്നെ അറിയിക്കാഞ്ഞത്? ഭാവു മണാലിയിലല്ലേ, അവിടെ ഹോളിഡേയ്സിലല്ലേ വെച്ച് അറിയിക്കാതിരുന്നതാണ്. നാളെ വൈകുന്നേരം ഞാൻ 6 മണിക്ക് ബോംബെയിലെത്തും, 6 മണിക്ക് എന്നെ വിളിക്കണം. ഞാൻ മരിച്ച വീട്ടിൻ്റെ പിറ്റേ ദിവസമല്ലേ അവിടെ മരിച്ച വീട്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ 6 മണിക്ക് ഞാൻ ഓർത്ത് ഭാവനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം എന്താ വീട്ടിലേക്ക് കയറി വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമ്മളിന്ന് കൊടുക്കുക, 6 മണിക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അദ്ദേഹം കയറി വരുന്നതേ ഉള്ളൂ, പിന്നീട് വിളിച്ചാൽ മതി. ശരി, പക്ഷെ അദ്ദേഹത്തിനോടൊന്ന് പറയണേ, ഞാൻ വിളിച്ചൊന്ന് പറയണേന്ന് ഞാൻ വീണ്ടും ആവശ്യപ്പെട്ടു. ഒരു മണിക്കൂറിന് ശേഷം ഭാവു എന്നെ ഇങ്ങോട്ട് വിളിച്ചു. പക്ഷെ പറഞ്ഞാൽ 6 മണിക്ക് എന്നെ വിളിക്കാഞ്ഞത്? ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചു ഭാവു, പക്ഷെ ഭാവു അകത്തേക്ക് കയറുന്ന സമയമായിരുന്നു. അതുകൊണ്ട് എന്താ? ഞാൻ ചോദിച്ചു, ഭാവു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ഭാവു എന്നെ ഇന്നലെ കാലത്ത് 8:15 വിളിക്കാൻ കാരണം? എന്തറിഞ്ഞിട്ടാണ് വിളിച്ചത്? ഇല്ല, എനിക്ക് അങ്ങനെ വിളിക്കണം തോന്നി, വേറെ ഒരു കാരണമില്ല. അത്ഭുതമായിരിക്കുന്നല്ലോ ഭാവു എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞു, എനിക്ക് കൃഷ്ണകുമാറിനോടുള്ള സൗഹൃദത്തെ പറ്റി അറിഞ്ഞുകൂടാ എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇതായിരുന്നു പറഞ്ഞ മറുപടി. മരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നല്ലോ, കൃഷ്ണകുമാറിൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലിയോ സാമ്പത്തിക സഹായമോ എന്തെങ്കിലും വേണമെന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഞാൻ വീണ്ടും ചോദിക്കുന്നു, വേണമെങ്കിൽ പറയും. ഞാൻ പറഞ്ഞു, ഭാവു നന്ദിയുണ്ട്, അവർക്ക് തൽക്കാലം ഇപ്പോൾ അത് ആവശ്യമില്ല, അതുകൊണ്ട് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ആ കൊല്ലം 2010 2010 ഭാവു അമേരിക്കയ്ക്ക് പോയി. അവിടെ വെച്ച് വളരെ വളരെ ഗുരുതരമായ രോഗാവസ്ഥയിൽ പെടുകയും അവിടുന്ന് ഒരു സന്ദേശം അയക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഭാവു അതിനെ അതിജീവിച്ച് മടങ്ങി വന്നു. സെപ്റ്റംബറിൽ ഭാവു അവിടെ വന്നതിന് ശേഷം തൻ്റെ രോഗാവസ്ഥയെപ്പറ്റിയും താൻ കടന്നു പോകുന്ന ആ ദിവസങ്ങളെപ്പറ്റിയും ഭാവു സംസാരിച്ചത് അത്രയ്ക്ക് ഹൃദയസ്പർശിയായിട്ടാണ് സംസാരിച്ചത്. എന്നോട് പറഞ്ഞു, ഇതൊരു 2ാം ജന്മമാണ് എനിക്ക് എന്ന് പറഞ്ഞു. 2012 JRFിൻ്റെ ഉദ്ഘാടനം നടന്നത്. അപ്പോൾ പ്രസിഡൻ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഭാവൻ്റെ കണ്ണിൽ പെടാതിരിക്കാനായിട്ട് കുറച്ച് മാറി നിൽക്കുകയാണ്. ഭാവൻ എന്നെ എങ്ങനെയോ കണ്ടുപിടിച്ചിട്ട് വിളിച്ചു. എന്താ കൃഷ്ണകുമാർ മാറി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, വിശേഷമൊന്നുമില്ല. അപ്പോൾ അന്ന് ഭാവുവിൻ്റെ വേഷം വളരെ മുഷിഞ്ഞ ഒരു വേഷമായിരുന്നു. എല്ലാ തവണയും ശുഭ്രവസ്ത്രം ധരിക്കുന്ന ആൾ ഇന്നെന്താ എന്തൊരു മുഷിഞ്ഞ വസ്ത്രം എന്ന് ഞാൻ ചോദിച്ചു. അവർ ഇതൊക്കെ ആര് നോക്കുന്നു കൃഷ്ണകുമാർ? അവരെടുത്ത് തരുന്നു, ഞാൻ ഇട്ടു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളെല്ലാം ഈ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഓവർ സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ അന്ന് എനിക്കാണെങ്കിൽ അന്ന് വേറൊരു പരിപാടിയുണ്ട്. വൈകുന്നേരം 5 മണിക്ക് ഞാൻ ഭാവനോട് പറഞ്ഞിരുന്നു, നമുക്ക് ഗാന്ധി റിസർച്ച് ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ കൊല്ലവും ഒരു വിദേശീയനായ ഗാന്ധി പണ്ഡിതനെ അല്ലെങ്കിൽ ഗാന്ധിയനെ കൊണ്ടുവന്നൊരു പ്രഭാഷണം നടത്തിക്കണം.
അത് കൃഷ്ണകുമാർ നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അത്തവണ നമ്മൾ ശ്രമിച്ചത് ദലൈലാമയെ കിട്ടിയില്ല. അതിന് പകരം കിട്ടിയ ശ്രീലങ്കൻ ഗാന്ധി എന്ന പേരുള്ള AT ഹരിഹരനെയായിരുന്നു. അപ്പോൾ ഞാൻ മണി 2 മണിയായപ്പോഴേക്കും പ്രസിഡന്റിൻ്റെ കാരവൻ പോയി കഴിഞ്ഞു. ഇനി ഒരു 3 മണിക്കൂർ സമയമുണ്ട്, 1 മണിക്കൂർ ഉറങ്ങാം എന്ന് വിചാരിച്ച് ഞാൻ ഓഫീസിലൂടെ അവിടെ കയറി താഴേക്ക് ഇറങ്ങാൻ പോകുമ്പോഴുണ്ട ബാബു അവിടെ ഇരുന്ന് ഫയൽ നോക്കും. ഞാൻ പിന്നെ താഴേക്ക് പോയില്ല. അത്രയ്ക്ക് ഊർജം, അത്രയ്ക്ക് ഉത്സാഹം, അത്രയ്ക്ക് സമദർശിത. പ്രസിഡന്റിനോട് സംസാരിക്കുന്ന എന്നോട് സംസാരിക്കുന്ന ഒരുപോലെയാണ്. ഇത് എല്ലാവരോടാണോ എന്ന് എനിക്ക് പറയാൻ തോന്നിയില്ല, പക്ഷെ എനിക്ക് മറിച്ച് തോന്നിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ 2012 മാർച്ച് അല്ല 2012 ഏപ്രിലിൽ ഞാൻ അമേരിക്കയ്ക്ക് പോകുമായിരുന്നു. ഭവനോട് ഞാൻ പറഞ്ഞു, ഭവ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഗാന്ധി റിസർച്ച് ഫൗണ്ടേഷനെ പറ്റി ഞാൻ പോകുന്ന സ്ഥലങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിലോ മറ്റൊക്കെ ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അവിടെ പീസ് സ്റ്റഡീസും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സെൻറ്റേഴ്സൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭാവു വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയമാണ് ആ സമയത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞു, കൃഷ്ണകുമാർ ഈ പറഞ്ഞ കാര്യം കൊള്ളാം, നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ ഇതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് വന്നപാടെ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണകുമാർ പറഞ്ഞില്ലേ, കൃഷ്ണകുമാർ അവിടെ പോകുന്ന സ്ഥലങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു നല്ല കാര്യമല്ലേ ഭാവു, അത് നല്ല കാര്യം തന്നെ, പക്ഷേ അത്രയും നല്ലതായാൽ പോരല്ലോ. എന്നുവെച്ചാൽ പിന്നെന്താ ഭാവു ഉദ്ദേശിക്കുന്നത്? അല്ല, അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പോയി പറഞ്ഞൂടെ? അതെങ്ങനെ സാധിക്കും? അത് ഒരുപാട് ചിലവുള്ള കാര്യമല്ലേ, ഒരുപാട് സമയവും ചിലവൊക്കെ ഇല്ലേ? ചിലവൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു. മകന് നന്ദുവിന് കാറുണ്ടോ? ഞാൻ പഠിക്കുകയാണ്, അവന് കാറില്ല. ശരി, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഫ്രെസ്നോയിൽ നിന്നൊരു കാറ് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. ആ കാറ് നന്ദു കാർ ഓടിക്കുമോ? ഞാൻ ഓടിക്കും. പിന്നെ ഭാവ പറഞ്ഞു, അല്ലെങ്കിൽ അത് വേണ്ട, ഒരു കാർ എടുത്തോളൂ, ഒരു കാറ് ഹയർ ചെയ്തിട്ട് പോകാവുന്നിടത്തൊക്കെ പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സിയാറ്റിൽ, പോർട്ട്ലാൻഡ്, ലോസ് ആഞ്ചലസ്, സാൻ ഫ്രാൻസിസ്കോ, താഴെ ഫീനിക്സ്, ടെക്സസ്, അറ്റ്ലാന്റ, വെർജീനിയ, നോർത്ത് കരോലിന, ന്യൂയോർക്ക്, റോഡ് ഐലൻഡ് വരെയുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് 8000 കിലോമീറ്ററിലേറെ ഓടിച്ച് പോയത്. മടങ്ങി വന്നപ്പോൾ ഞാൻ ഭാവനൊരു റിപ്പോർട്ട് കൊടുത്തു. ഈ യാത്രയെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിനുകൊണ്ട് നേടിയത്, ഇനിയൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാനുള്ളത് എന്ന് ഞാൻ വലിയ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭാവു അതിൻ്റെ ഓരോ പേജും വായിച്ചിട്ട് ഭാവുവിൻ്റെ വലിയ അക്ഷരത്തിൽ പേന കൊണ്ട്, ഡോട്ട് പെൻ കൊണ്ട് ഇങ്ങനെ വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും ക്ലാസിക്കായ കമൻ്റ് എന്ന് പറയുന്നത്, GRF ഷുഡ് ഡു ദിസ്, GRF ഷുഡ് ഡു ദിസ് എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് അവസാനത്തെ പേജിൽ ഭാവു എഴുതിയിരുന്നു, യു ആർ GRF, യു ഷുഡ് ഡു ഇറ്റ് എന്നായിരുന്നു കമൻറ്റ്. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അടുത്ത കൊല്ലം ഭാവു എന്നോട് പറഞ്ഞു, കൃഷ്ണകുമാറിന് ഒരു ചോയ്സ് ഞാൻ തരാം, ഒന്നുകിൽ GRF ഹെഡ് ചെയ്യുക, അല്ലെങ്കിൽ അനുഭൂതി ഹെഡ് ചെയ്യുക, ഏതാണ് ഇഷ്ടം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഭാവു എനിക്ക് തിരിച്ച് നാട്ടിൽ പോകണം എന്നാണ് ആഗ്രഹം. ഇല്ല, അത് പറ്റില്ല, ഒരു 3 കൊല്ലം ഇതിലേതെങ്കിലും എടുത്തോളൂ. ഇത് ഭാവു തന്നെ പറഞ്ഞു, കൃഷ്ണകുമാറിന് അനുഭൂതി ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു, അനുഭൂതിയിലാണ് കുറച്ചും കൂടെ ആവശ്യമുള്ളത് ഇപ്പോഴും, അതുകൊണ്ട് അനുഭൂതിയുടെ പ്രിൻസിപ്പളായിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റാം. അപ്പോഴും ഞാൻ അമേരിക്കയിൽ പോകുന്ന സമയമാണ്. അപ്പോഴും ഈ GRFൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അനുഭൂതിയിലേക്ക് മാറുന്ന കാലമാണെങ്കിൽ ഞാൻ അവിടെ അമേരിക്കയിൽ പോയിട്ട് ചെയ്തതൊക്കെ ഈ ഗാന്ധി റിസർച്ച് ഫൗണ്ടേഷനുള്ള വീട്ടിലെ കാര്യങ്ങളായിരുന്നു. അനുഭൂതിയിൽ വന്നതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ വളരെ വിസ്തരിച്ച് പറയേണ്ടതായതുകൊണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ അനുഭൂതി ചെന്നതിന് ശേഷം ഞങ്ങൾ തമ്മിൽ ദിവസേന കാണുന്നത് കുറഞ്ഞു. കാലത്ത് നടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഫോണിലോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആയി ചുരുങ്ങി ഞങ്ങൾ തമ്മിലുള്ള കാഴ്ചകൾ. പക്ഷേ എങ്കിലും അത് ദൃഢതരമായതല്ലാതെ ഒട്ടും അഴഞ്ഞില്ല. അപ്പോഴേക്കും എൻ്റെ ഭാര്യ അവിടെ വന്നിരുന്നു. അതുകൊണ്ട് അവരുമായിട്ടും വലിയ സ്നേഹമായിരുന്നു ഭാവുവിന്. നന്ദുവിനായിട്ടും വലിയ ബന്ധമായിരുന്നു. 2015 ആയപ്പോഴേക്കും ഞാൻ ഭാവുവിനോട് പറഞ്ഞു, ഭാവു എനിക്ക്
ഒന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാതെ നിവൃത്തിയില്ല. എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് പ്രായമായി, അമ്മയുടെ അമ്മയ്ക്ക് ഒരുപാട് പ്രായമായി. അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, വേറെ ഒരു കാരണം എനിക്കില്ല. എനിക്ക് കൃഷ്ണകുമാർ പോയാൽ വലിയ വിഷമമാണ്. മാത്രമല്ല ഇനി വേറൊരാളെ കണ്ടുപിടിക്കാൻ വിഷമം. ഇനി കണ്ടുപിടിച്ചാൽ തന്നെ ഞങ്ങൾ തമ്മിലൊന്ന് ഇഴുകിച്ചേരാൻ 2-3 കൊല്ലം എടുക്കും. എനിക്കത്രയും സമയമില്ല. അതുകൊണ്ടാണ് കൃഷ്ണകുമാർ പോരെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ കൃഷ്ണകുമാർ പറഞ്ഞ കാരണങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞെങ്കിലും ജനുവരി മാസം 15-ാം തീയതി മറ്റേ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു. എന്നിട്ടും ബാബു ഒന്നും പറഞ്ഞില്ല. നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ 2 ആഴ്ച ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു, ഒന്നും പറഞ്ഞില്ല. അവസാനം ഞാൻ പറഞ്ഞു, ബാബുവിന് എന്നെ 8 കൊല്ലത്തെ പരിചയമല്ലേ ഉള്ളൂ, 28-38 കൊല്ലം പരിചയമുള്ള ആളുകൾ അവിടെയുണ്ട്. അതുകൊണ്ട് അങ്ങ് എന്നെ ഒന്ന് പോകാൻ അനുവദിക്കണം. പറയരുതായിരുന്നു. ബാബു ഫോണിലായിരുന്നു. പറഞ്ഞു, കൃഷ്ണകുമാർ വിചാരിക്കുന്നത് നമ്മൾ തമ്മിൽ 8 കൊല്ലത്തെ പരിചയമേ ഉള്ളൂ എന്നാണോ? ഞാനൊന്നും മിണ്ടിയില്ല. പറഞ്ഞു, 8 കൊല്ലമല്ല, 80 ജന്മങ്ങളുടെ സൗഹൃദം നമ്മൾ തമ്മിലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊന്നും മിണ്ടിയില്ല. സൗഹൃദത്തിന് മുമ്പ് ഞാൻ ഇത്രയും നിശബ്ദനായ സമയങ്ങൾ ഏറെയില്ല. 2015 ഏപ്രിൽ 2-ാം വാരത്തോടുകൂടി ഇവിടേക്ക് പോരണമെന്ന് തീരുമാനിച്ചപ്പോൾ ബാബു എന്നോട് ചോദിച്ചു, ഈ സാധനം എങ്ങനെ കൊണ്ടുപോകുന്നു? ഞാൻ പറഞ്ഞു, എല്ലാം കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നില്ല. കൊണ്ടുപോകുന്നൊക്കെ ഒരുപാട് ദൂരമല്ലേ, ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒരുപാട് ദൂരം. പിന്നെ കൊണ്ടുപോകുന്നതിന് അത്രയും ഒരു വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നില്ല. ശരി, ഒരു കാര്യം ചെയ്യും, എന്തൊക്കെയാണ് കൊണ്ടുപോകുന്ന സാധനങ്ങൾ എടുത്തു വെക്കും, ഞാൻ ഒരാളെ അയക്കാം എന്ന് പറഞ്ഞു. ആള് വന്ന് നോക്കിയിട്ട് ഭവനോട് അദ്ദേഹം പറഞ്ഞു, ഇത് ഒരുപാടുണ്ട് സാർ എന്ന് ഭവനോട് പറഞ്ഞു കാണും. ഭവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊരു ലോറിയിൽ കൊള്ളും തോന്നുന്നില്ല, അതുകൊണ്ട് ഞാനൊരു കണ്ടെയ്നർ ബുക്ക് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഭാവു അത് വളരെ ചിലവാവില്ലേ, ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും ചിലവാവാൻ സാധ്യതയുണ്ടല്ലോ അതിന്. കൃഷ്ണകുമാർ ഞങ്ങളുടെ കമ്പനിയിൽ ഉദ്യോഗസ്ഥനല്ല കൃഷ്ണകുമാർ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പൊ തൽക്കാലം ഞാൻ പോകാൻ അനുവദിക്കുന്നേ ഉള്ളൂ. ഐ ഹാവ് നോട്ട് കൺസെന്റഡ് ടു യുവർ ഗോയിങ്, ഐ ഹാവ് ഓൺലി കൺസീഡഡ് യുവർ റിക്വസ്റ്റ് ആൻഡ് പെർഹാപ്സ് കൺസിഡേർഡ് യുവർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു വയ്ക്കാം, കൃഷ്ണകുമാറിന് എപ്പോൾ തിരിച്ചു വരണം എന്ന് തോന്നിയാലും ഇവിടെ തിരിച്ചു വരാം, ഒരു സീറ്റ് ഇവിടെ ഉണ്ടാവും, ധൈര്യമായിട്ട് പറഞ്ഞോളാം. അങ്ങനെ പാക്കിംഗ് തുടങ്ങി. പുസ്തകങ്ങൾ, മറ്റേ പെയിന്റിങ്ങുകൾ ഒക്കെ പാക്ക് ചെയ്തു. ഒരു ദിവസം ഭാവനോട് ചോദിച്ചു, അപ്പോൾ എനിക്ക് കൃഷ്ണകുമാർ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഊണൊന്നും തരുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഭാവന എന്ത് ഊണ് തരാനാ? ഭാവന് 287 327 കാലറിയല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഇല്ല, ഫോർ 1 day ഐ വിൽ ത്രോ ഓൾ ദാറ്റ് കാലറി കൗണ്ട് ടു വിൻസ് എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സിലേക്ക് വന്നു. എങ്ങനെ വന്നു? ഞാനവിടെ ഉമ്മറത്ത് ഭാവുവിൻ്റെ മൈനി വരുമ്പോൾ കയറ്റാനായിട്ട് റെഡിയായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ഭാവു എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാവു പടി കയറി വന്നു. എന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അംബിക വിളമ്പാണ്. പറഞ്ഞു, കൂടെ ഇരുന്ന് കഴിക്കണം. ഞങ്ങൾ ഒന്ന് മടിച്ചു. പക്ഷെ പറഞ്ഞു, ഇന്നാലേ ഞാൻ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചവളെ പറഞ്ഞു, നന്ദുവിനെ വിളിക്കൂ എന്ന് പറഞ്ഞു. പിന്നെ നന്ദുവിനെ വിളിച്ചു കൊടുത്തു. അല്ലല്ല, ഇങ്ങനെയല്ല, ഓഡിയോയിലല്ല, വീഡിയോയിൽ വരാൻ പറയുമെന്ന് പറഞ്ഞു. അവനേതോ ജിംനേഷ്യത്തിലായിരുന്നു, അവനൊരു മടി. അപ്പോൾ ഞാൻ ഭാവു പറഞ്ഞു, ഭാവു ഹി ഈസ് നോട്ട് പ്രോപ്പർലി ഡ്രസ്ഡ്, സോ ഹി ഈസ് ഹെസിറ്റേറ്റിംഗ്. വൈ ഷുഡ് എ ഗ്രാൻഡ് ചൈൽഡ് ഹെസിറ്റേറ്റ് ബിഫോർ എ ഗ്രാൻഡ് പേരൻറ്റ്? ആസ്ക് ഹിം ടു കം ഓൺ വീഡിയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 3-3.5 മണിക്കൂർ അവിടെ ചെലവഴിച്ച് കഴിഞ്ഞു. ആ സമയത്ത് വീട്ടിൽ വന്നതിന് ശേഷം ഭാവു എന്നിട്ട് നന്ദനോട് പറഞ്ഞു, കൃഷ്ണകുമാറിൻ്റെ അച്ഛൻ ഇവിടുന്ന് പോകുന്നതുകൊണ്ട് നന്ദു ഞങ്ങളോടുള്ള ബന്ധം അവസാനിപ്പിക്കരുത്. പിന്നെ ചോദിച്ചു, ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാനായിട്ട് ഇഷ്ടമുണ്ടെന്നും ആഗ്രഹമുണ്ടെന്നും കേട്ടല്ലോ, ഹാർവർഡൊക്കെ മതിയാവുമോ? അപ്പോൾ നന്ദുവിനൊന്നും ഉത്തരം പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞാൽ ഇപ്പോഴും അവിടെ കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുന്നു. അതർ തിങ്സ് റിമൈനിങ് ദ സെയിം, ഐ ക്യാൻ ഓൾവേസ് റെക്കമെൻഡ് യുവർ നെയിം. എപ്പോഴും ഓർമ്മ വേണം, ഇവിടെ വരണം, എന്നെ കാണണം, അമേരിക്ക വരുമ്പോൾ ഞാനും വന്ന് കാണാം എന്ന് പറഞ്ഞു. 2015 ഏപ്രിലായിരുന്നു അത്. നവംബറിൽ
എൻ്റെ അനുജത്തിയുടെ ഭർത്താവ് മരിച്ചുപോയി. ഞാൻ ഭവനെ അറിയിച്ചില്ല, പെട്ടെന്നുണ്ടായ മരണമായിരുന്നു. നവംബർ 1 തീയതിയാണ് മരിച്ചത്. നവംബർ 5 സഞ്ചയനം കഴിഞ്ഞ് സന്ധ്യയ്ക്ക് ഞാനവിടെ കൂട്ടിയിട്ട കസേരകളുടെ മുന്നിൽ ഇരിക്കുകയായിരുന്നു. ഭവൻ എന്തായാലും മെയിൽ അയക്കാം. ഒരു 6:30 സമയമായിട്ടുണ്ട്. ഉടനെ ഭാവ വിളിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, 3-4 ദിവസമായിട്ട് വലിയ തിരക്കായിരുന്നു, ഒരുപാട് മീറ്റിങ്ങുകളായിരുന്നു, അതുകൊണ്ട് കൃഷ്ണകുമാറിനെ വിളിക്കാൻ പറ്റിയില്ല. ഐ ഹാഡ് എ ഹഞ്ച് ദാറ്റ് യു ആർ വറീഡ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ കൃഷ്ണകുമാറിന്? ഞാൻ സത്യാർത്ഥത്തിൽ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. എന്താ കൃഷ്ണകുമാർ കരയുന്നത് എന്ന് ഭാവു. ഞാൻ പറഞ്ഞു, ഭാവു, എൻ്റെ അനുജത്തിയുടെ ഭർത്താവ് മരിച്ചുപോയി. ഓഹോ. ബട്ട് കൃഷ്ണകുമാർ, പ്ലീസ് റിമെമ്പർ, you never told me and nobody ever told me. I called you. Please remember that. Now it is 6:45. You know I will finish my dinner by about 8. I will call you by 8:15. പറഞ്ഞ പോലെ 8:15 വിളിച്ചു. 8:15 വിളിച്ച് ദീർഘമായി സംസാരിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. കൃഷ്ണകുമാർ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? പൈസ വേണോ? ആൾബലം വേണോ? വേറെ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. അല്ല, അതെനിക്കറിയാം, ആ ഉത്തരം എനിക്കറിയാം. എങ്കിലും ചോദിക്കേണ്ടത് എൻ്റെ കടമയാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് വന്ന് കൃഷ്ണകുമാറിനെ സമാശ്വസിപ്പിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് ഞാൻ വിളിക്കാം. എനിക്ക് ഒരുപാട് ദീർഘവും ഗാഠവുമായ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ എന്നെ കരയിപ്പിക്കുന്ന സൗഹൃദങ്ങൾ കുറവാണ്. 2015 നവംബറിന് ശേഷം പിന്നെ 4 മാസമേ ഭാവു ജീവിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഫെബ്രുവരി 1 തീയതിയാണ് ഞാൻ അറിഞ്ഞത് ഭാവു സുഖമില്ലാതെ ഹോസ്പിറ്റലാണ് ഞാൻ അറിഞ്ഞത്. ഫെബ്രുവരി 8 എൻ്റെ 2 പുസ്തകങ്ങളുടെ പ്രകാശന സമയം, ഒരുപാട് തിരക്കുകൾ. പക്ഷെ 1 തന്നെ ഞാൻ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ 8 മുമ്പ് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അല്ല, വന്നാലും കാര്യമില്ല, കാണാൻ പറ്റില്ല, അവിടെ ആ ഫ്ലോറിൽ ആരെയും കയറ്റുന്നില്ല, ഇൻഫെക്ഷൻ ജസ്ലോക്കിലാണ്, ആ ഇൻഫെക്ഷനൊക്കെ ഉള്ള ഭീതിയുള്ളതുകൊണ്ട് ആരെയും കയറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ 1 തീയതി വിളിച്ച് കിട്ടിയില്ല, പിന്നെ 2 തീയതി വിളിച്ച് കിട്ടിയില്ല, 3 തീയതി വിളിച്ച് കിട്ടിയില്ല. 4 തീയതി രാത്രി ഒരു 10:35 ആയപ്പോൾ അംബികയുടെ ഫോണിൽ ഭാവുവിൻ്റെ കോൾ വന്നു. അംബിക, അയ്യോ ഭാവു വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഫോൺ വേഗം എൻ്റെ ഇങ്ങോട്ട് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭാവു, ഞാൻ ഒരുപാട് ശ്രമിച്ചു, ഭാവുവിനെ വിളിക്കാനായിട്ട് ശ്രമിച്ചു, കിട്ടിയില്ല, അതുകൊണ്ടാണ്. എനിക്കിപ്പോൾ അങ്ങോട്ട് വന്ന് കാണാനും നിവൃത്തിയില്ലല്ലോ. ഇല്ല, ഡോണ്ട് വറി, ഐ വിൽ കം ഔട്ട് ഓഫ് ദിസ് ആസ് വെൽ എന്ന് പറയാം. അപ്പോൾ ഭാവു ഫെബ്രുവരി 25-നോ 26-നോ അമേരിക്കയ്ക്ക് പോകാനായിട്ട് യാത്ര നീട്ടി വെച്ചു എന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനിയൊരു 5 കൊല്ലത്തേക്കും കൂടെ ബാറ്ററി മാറ്റി വെച്ചാൽ പോരെ. ഞാൻ പറഞ്ഞു, ഭാവുവിൻ്റെ ഈ ജിജി വിഷയം ഉത്സാഹം കൊണ്ട് പറയുകയാണെങ്കിൽ 5-10 കൊല്ലമായാലും മതിയാവും തോന്നുന്നില്ല. ദീർഘമായി സംസാരിച്ചു. അവസാനം എന്നോട് പറഞ്ഞു, വേറെ അംബിക. അപ്പോൾ അംബികയാണ് ഫോൺ എടുത്തത്. കൊടുക്കൂ, സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അംബികയോട് ചോദിച്ചത്, എങ്ങനെയുണ്ട് ചിത്രരചന, നടക്കുന്നുണ്ടോ? കാരണം പോരുന്നതിന് മുമ്പ് ഞങ്ങൾ ആറന്മുള വള്ളങ്ങളുടെ ഒരു ചിത്രം വരച്ച് ഭാവുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അംബിക പറഞ്ഞു, ഇല്ല, ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ അമ്മ മരിച്ചു, നവംബർ മാസത്തിൽ ചേട്ടൻ്റെ അനിയത്തിയുടെ ഭർത്താവ് മരിച്ചു, അതൊക്കെ എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ ഉണ്ടാവുമ്പോഴും നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ചിത്രരചനയിലുള്ള സാമർഥ്യമാണ്, അത് തുടരണം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഫോൺ തന്നു. ഞാൻ അവസ്ഥ പറഞ്ഞു ഫെബ്രുവരി 25-ന് ഞാൻ പോകും. ഭാവു എന്ന് മടങ്ങി വരും? പറഞ്ഞു, മാർച്ച് ആകുമ്പോൾ മടങ്ങി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മാർച്ച് 20 തീയതി ഞാൻ അവിടെ വരാം. ആവുനാ ഗപ്പ മാരേങ്കെ, സാथ में खाना खाएंगे, बैठेंगे, आ जाओ. ശരി എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല അതാണ് ഭാവു അവസാനമായിട്ട് എന്നോട് സംസാരിക്കുന്നത്. അശോക് ഭാവു പിന്നീട് എന്നോട് പറഞ്ഞത്, ഫെബ്രുവരി 4 തീയതിയാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്. അന്ന് അശോക് ഭാവനോട് പറഞ്ഞു എന്ന് പറഞ്ഞു, കെ സാബിനെ വിളിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ലേ എന്ന് അശോക് ഭാവു ചോദിച്ചു അത്രേ. അപ്പോൾ ഭാവു പറഞ്ഞു, ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്കില്ല, ഉറങ്ങിയിട്ടില്ലെങ്കിൽ സംസാരിക്കാം, ഫോൺ വിളിക്കുക. അപ്പോൾ അശോക് ഭാവനോട് പിന്നീട് പറഞ്ഞു, അത് വെറുതെ പറഞ്ഞതല്ല, അതൊരു ആജ്ഞയായിരുന്നു. താങ്കളെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം വിളിച്ചത്. സത്യമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു.
അവ മരിച്ചിട്ട് 5 കൊല്ലം തികയുന്നു. ഇപ്പോഴും എനിക്ക് കണ്ണീരോടെ അല്ലാതെ, ഇടർന്ന തൊണ്ടയോടെ അല്ലാതെ ഭാവനെപ്പറ്റി സംസാരിക്കാൻ നിവൃത്തിയില്ല. നിത്യേന ഞാൻ സ്മരിക്കുന്ന, എൻ്റെ അച്ഛനമ്മമാർ കഴിഞ്ഞാൽ സ്മരിക്കുന്ന ചില ആളുകളുണ്ട്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കൃഷ്ണനാരായണൻ നമ്പൂതിരി, വലപ്പള്ളി ശ്രീധരമേനോൻ, സുകുമാരി ചേച്ചി, ഇങ്ങനെ കുറച്ച് പേരുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ബാബു. സാഹിത്യകാരനല്ല, ദാർശനികനല്ല, ഒന്നുമല്ല. സരളമായ സ്നേഹം കൊണ്ട് എന്നെ വശീകരിച്ച ഒരു വലിയ മനുഷ്യൻ. കാഴ്ചയിൽ ചെറിയ മനുഷ്യൻ, കാര്യത്തിൽ വലിയ മനുഷ്യൻ. ഒരു കാര്യം കൂടി പറയട്ടെ, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരുന്നു, തീ അണി മീ എന്ന് പറഞ്ഞിട്ട്. ആ തീ അണി മീ എന്നുള്ള പുസ്തകം പിന്നീട് ഷീ ആൻഡ് മീ എന്ന പേരിൽ ഇംഗ്ലീഷിൽ തർജ്ജമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബു ഞാനൊരു പ്രൊഫഷണൽ റീഡറാണ്, എന്നോട് ചോദിക്കണ്ട. അതെന്താ? അല്ല, ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് അതിനകത്ത് വേറെ ഘടനാപരമായ പല കാര്യങ്ങളും പറയാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അതിനെപ്പറ്റിയുള്ള എനിക്ക് അതിനോടുള്ള വിയോജിപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു. അതെല്ലാം അദ്ദേഹം കുറിച്ചെടുത്തു. അത് അവിടെ ഏതോ ഒരു ഫയലിലുണ്ട്. പിന്നീടൊരു പതിപ്പ് വരികയാണെങ്കിൽ അത് ചെയ്യാം. പക്ഷെ എന്നെ അതൊക്കെ പറയാൻ വേണ്ടി സമ്മതിക്കുമോ എന്നൊരു സംശയം കൂടെ പറഞ്ഞു കേട്ടോ. ബാബുവിൻ്റെ സരളമായ ജീവിത ദർശനത്തിൻ്റെ ഫലമായിട്ടുണ്ടായൊരു പുസ്തകമാണ് അതെന്നെ പറയാനാവൂ. ഇപ്പം കേരളത്തെ പോലൊരു രാജ്യത്ത് ആ പുസ്തകത്തിൽ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ പറ്റിയിട്ട് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ബാബു എപ്പോഴും എന്നോട് പറയാറുണ്ട്, ഇത്രയും കാലമായിട്ട് കൃഷ്ണകുമാർ വന്നതിന് ശേഷമാണ് ഇംഗ്ലീഷിലൊരു പുസ്തകം എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയത്. അത് രൂപയാണ് ചെയ്തത്. ആദ്യം പെൻഗ്വിൻ ഹാർപ്പർ കോളേജിൽ ചെയ്തു, പിന്നെ രൂപയിൽ നമ്മൾ ചെയ്തു. ഞാനത് എപ്പോഴും ഓർക്കും എന്ന് നന്ദിപൂർവ്വം എന്നോട് പറയാറുണ്ട്. ഞാനത് അർഹിക്കുന്നതല്ലെങ്കിൽ പോലും ബാബുവിൻ്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്നു. കൂടുതൽ പറയാൻ വയ്യ. നമസ്കാരം.